ഹേ ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കൈകളെ മനോഹരമായിട്ട് സോഫ്റ്റ് ആക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെപ്പോഴും ഓരോരോ ജോലികൾ ചെയ്യണം. വീട്ടിൽ കിച്ചണിൽ ജോലി ചെയ്യാണ്, അങ്ങനെ പല ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കൈകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ധാരാളം ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ ഇങ്ങനെ ഡ്രൈ ആയി പോകാൻ സാധ്യത. നമ്മൾ കൂടുതലായിട്ടും മറ്റേ പാത്രം ഇങ്ങനെ പ്രില്ല്, വിം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉപയോഗിച്ച് കുറേ കഴുകുമ്പോൾ അമ്മമാരുടെ കൈകളിൽ അമ്മമാരുടെ കൈകളിൽ മുതിർന്നവരുടെ കൈകൾ അവർ കൂടുതലായിട്ട് പാത്രമൊക്കെ കഴുകണം, കിച്ചണിലൊക്കെ ജോലി ചെയ്യണമെന്ന് അവരുടെ കൈകളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി പോയ കൈകൾ ഭയങ്കര സോഫ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞൊരു സംഭവം ചെയ്ത് കാണിക്കുകയാണ്. ഒരു കൈകൾക്ക് വേണ്ടിയുള്ള ഒരു സോഫ്റ്റിങ് ടിപ്സ് കാണിച്ചു തരാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു മാനിക്യൂറല്ല, ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന സംഭവം. മാനിക്യൂർ പോലൊരു സംഭവമല്ല, നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇളം ചൂടുവെള്ളം, നമ്മുടെ കൈകളൊക്കെ മുക്കി വയ്ക്കാൻ പാത്രങ്ങൾ ഇളം ചൂടുവെള്ളം. അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പില്ലെങ്കിൽ നമ്മളിങ്ങനെ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും പൊടിയുപ്പുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തേ. പിന്നെ നമ്മൾ ബോഡി വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഒരു 3 മിനിറ്റ് നേരം നമ്മളിത് വെച്ച് കൊടുക്കാം. നമ്മുടെ കൈകൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാവണം. എന്നിട്ട് ഈ ഇതിനകത്തേക്ക് നമ്മളൊരു 3 മിനിറ്റ് നേരം ഈ കൈകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കൈകൾ ഭയങ്കരമായിട്ട് അത് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരാൻ സാധിക്കും. സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ നഖങ്ങളും കൈകളൊക്കെ ഭയങ്കര സോഫ്റ്റാവും. പിന്നെ 3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൈകളുടെ നഖങ്ങളൊക്കെ വെട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്കപ്പോഴും നഖം വെട്ടുമ്പോൾ ചിലരുടെ നഖങ്ങളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള നഖങ്ങളൊക്കെ ഇതുപോലെ കുതിർത്തതിന് ശേഷം വെട്ടി കൊടുക്കുകയാണെങ്കിൽ നഖം പൊട്ടിപ്പോവാതെ ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ വെട്ടാൻ സാധിക്കും. ഭയങ്കരമായിട്ട് ഇത് കുതിർന്ന് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് വെട്ടാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ്. കൈകളൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അതായിട്ട് ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്ക്രബ് അങ്ങനെ മറ്റേ ഷുഗർ സ്ക്രബോ കോഫി സ്ക്രബോ അങ്ങനെ എന്തോ ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. അപ്പം ഞാനിതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഉരച്ച് കൊടുക്കണേ. നന്നായിട്ട് ഇവിടുത്തെ ഡെഡ് സ്കിൻസൊക്കെ കളഞ്ഞ് നല്ല സോഫ്റ്റാക്കി വരാൻ വേണ്ടിയിട്ട് കൈകളൊക്കെ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീച്ചിങ്ങ, നാച്ചുറലായിട്ട് തന്നെ പീച്ചിങ്ങ അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്തത് വഴി നിങ്ങളുടെ കൈകളുടെ ഡെഡ് സ്കിൻസൊക്കെ പോയിട്ട് കൈയുടെ നാച്ചുറൽ ഗ്ലോ തിരിച്ചു കിട്ടാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ 2 കൈകളും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഉരച്ചു കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് ഉരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു മാസ്കാണ് കൈകൾക്ക് വേണ്ടി ഒരു മോയ്സ്ചറൈസിങ് മാസ്കാണ് ഉണ്ടാക്കണേ. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും. നമ്മളൊരു സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ വാസ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ലോക്ക് ചെയ്ത് നിർത്താൻ സഹായിക്കും. നമ്മുടെ കൈകളെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ലോക്ക് ചെയ്ത് നിർത്തും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണിയും കൂടി ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ കൈകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. മസാജ് ചെയ്ത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി വർദ്ധിക്കാനും കൈകളൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ചെയ്യാനും ഈ മാസ്ക് സഹായിക്കും. ഒരു 10-15 മിനിറ്റ് നല്ലോണം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ കൈകളൊക്കെ നല്ലോണം 2 കൈകളും മസാജ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിന്നൊക്കെ മാറി കൈകളൊക്കെ സോഫ്റ്റായി വരാനും നമ്മുടെ ചാപ്സ് ചിലർക്കൊക്കെ ഇങ്ങനെ ഡ്രൈ പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയ്ക്കുണ്ട്, അതൊക്കെ മാറാനും വളരെയേറെ സഹായിക്കും. പിന്നെ നമ്മൾ ഈ കണ്ട ഹാൻഡ് വാഷുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വാഷുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. പ്രില്ല് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായി കൈ കഴുകുക. അതൊക്കെ നമ്മുടെ കൈകൾ ഡ്രൈ ആയി പോകാൻ കാരണം കൂടുതലും അതാണ്. പ്രില്ലോ വിമ്മൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ നല്ലോണം വാഷ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് വരുന്നത് നമ്മളിങ്ങനെ തുടച്ച് കളയും. കഴുകൊന്നും ചെയ്യരുത്, നമ്മൾ തുടച്ച് കളയുക. ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് നമുക്ക് കൂടുതൽ വന്നത് നമ്മൾ തുടച്ച് കളയുക. അത് കഴിയുമ്പോൾ നോക്കി കൈകൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈകളൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് നല്ലോണം നിങ്ങൾ സോഫ്റ്റായി കൈകൾ കണ്ടില്ലേ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്യൂടെക്സോ നെയിൽ പോളിഷൊക്കെ നിങ്ങളിങ്ങനെ അടിച്ചെടുക്കുക. ക്യൂടെക്സ് എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന ഈ നെയിൽ പോളിഷ് നമ്മൾ അടിച്ചു കൊടുക്കാം. നെയിൽ പോളിഷൊക്കെ ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കളറാണ് അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ
ഇങ്ങനെ കൈകളൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈകൾ നല്ല മൃദുത്വമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം. ഈ കാര്യം നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 തവണ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ. ഇതൊരു പെഡിക്യൂർ മാനിക്യൂർ അങ്ങനത്തെ ഒരു സംഭവമല്ല. നമ്മുടെ കൈകൾ സോഫ്റ്റ് ആവാൻ നമുക്ക് ഡെയിലി ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കി എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടിരിക്കും. ബൈ.